എന്ന് പറയുന്നത് നാണക്കേടാ. നാണക്കേട് എന്ന് പറഞ്ഞാൽ പരമ നാണക്കേടാണ്. അതിന് എങ്ങനെയൊക്കെ ന്യായീകരിക്കാനൊന്നും കാര്യമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ വേണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ വേണം. ഒരു ജനപ്രതിനിധി, അതും ഇത്തരത്തിൽ രാജ്യസഭയിൽ, ലോക്സഭയിൽ, പാർലമെന്റിൽ, നിയമസഭയിലൊക്കെ അംഗമായിരിക്കുന്ന വ്യക്തികൾക്ക് അത് സംസാരിച്ച് പറയുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യാൻ കഴിയണം. അതല്ലാതെ എന്റെ സങ്കടത്തിന്റെ ഭാഷ എന്നൊക്കെ പറഞ്ഞ് വലിയ ഫിലോസഫി അടിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല പിന്നെ ആളാവാൻ പോകരുത്. ഇപ്പൊ ആളാവാൻ പോയിട്ട് എന്തുണ്ടായി? അവസാനം കർണാടകയിലെ സഖാക്കൾ പറയാ, ഞങ്ങളെ കൂടി നാണം കെടുത്താന് ഇനി കേരളത്തിൽ ഒരുത്തിനും ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട എന്ന് പറയാ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഈ നാണക്കേടാണ്. രണ്ടാമത്തെ കാര്യം, കർണാടകയിലെ സഖാക്കൾക്ക് അറിയാം സംഭവം വിരലിലെണ്ണാവുന്ന ടീമേ ഉള്ളൂവെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് ഒരു ബോധ്യമുണ്ട്. എന്താ ബോധ്യം? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ നടന്നത്, അവിടെ നടന്നതിന്റെ കാര്യങ്ങൾ എന്താണ്, അതിൽ എഫക്റ്റ് ആയത് മുസ്ലിങ്ങൾ മാത്രമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ അത് ഒരു അവസരം വീട് കിട്ടിയപ്പോഴേക്കും പിണറായി സട്ടക്കുടൻ ചെയ്യുന്നിട്ട് 3000 വീടുകൾ തകർത്തു, മുസ്ലിം വീടുകൾ. ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആക്കി മാറ്റി അതിൽ നിന്ന് 2 വോട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം, അതാണ് ഇപ്പൊ തകർന്നടിഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാം മൂഞ്ചുകയാണ്, എല്ലാ അർത്ഥത്തിലും മൂഞ്ചുകയാണ്. അരി മൂഞ്ചി, മണ്ണെണ്ണി മൂഞ്ചി.